വർഷം 1864 ഇംഗ്ലണ്ട് സോളിസ്റ്റായ ഫിലിപ്സ് ക്ലാർട്ടർ എഴുതിയ മാമൽസ് ഓൺ മഡഗാസ്കർ എന്ന ഈ ഒരു ടെക്സ്റ്റ് കുമരിക്കണ്ടത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും അന്വേഷിക്കാനും ആർക്കിയോളജിസ്റ്റുകളെ ഏറെ സഹായിച്ചു. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കുമരിക്കണ്ടം പാർട്ട് 2. മാമൽസ് ഓൺ മഡഗാസ്കർ എന്ന ഈ ഒരു ടെക്സ്റ്റിൽ ഇന്ത്യയിലും മഡഗാസ്കറിലുമുള്ള ചില ജീവിവിഭാഗങ്ങൾക്കിടയിൽ ഒരു ആഴമേറിയ ബന്ധമുണ്ടെന്ന് പറയുന്നു. ഉദാഹരണത്തിന് ലിമൂർ. മഡഗാസ്കറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ജീവിവിഭാഗമാണ് ലിമൂർ. പക്ഷേ ആഫ്രിക്കയിലുള്ള മറ്റൊരു രാജ്യത്തും ലിമൂറുകളെ കാണാൻ സാധിക്കില്ല. എന്നാൽ ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും ലിമൂറിനെയും ലിമൂറുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ജീവിവിഭാഗത്തെയും കണ്ടുവരുന്നു. തീർച്ചയായും കടൽ മാർഗം ഇത്രയും ദൂരം സഞ്ചരിക്കാൻ ഇവർക്ക് സാധിക്കില്ല. കാരണം ഓസ്ട്രേലിയയിൽ നിന്നും 8000-ലധികം കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് മഡഗാസ്കർ. അതുപോലെ തന്നെ മഡഗാസ്കറും ഇന്ത്യയും തമ്മിലുള്ള അകലവും. അപ്പൊ എങ്ങനെയായിരിക്കും ഇവരിവിടെ എത്തിയത്? എന്തുവായിരിക്കാം ഈ മൂന്ന് രാജ്യത്തെയും ബന്ധിപ്പിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ: കുമരിക്കണ്ടം. കൂടാതെ ഓസ്ട്രേലിയയിലും മഡഗാസ്കറിലുമുള്ള ചില ഗോത്രവിഭാഗങ്ങൾക്കിടയിലുള്ള സംസാര ഭാഷ തമിഴുമായിട്ട് വളരെയധികം സാമ്യമുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വിഷയത്തെ അന്വേഷണ പഠനമൊക്കെ നടത്തിയതിനു ശേഷം ഗവേഷകർ എന്താണ് പറഞ്ഞത് നോക്കുക. മഡഗാസ്കറിലും ഓസ്ട്രേലിയയിലും തമിഴുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മൂന്ന് രാജ്യത്തെയും ബന്ധിപ്പിക്കുന്ന രീതി ഒരു സമയത്ത്